എന്നാൽ അതാ കഴിഞ്ഞ ദിവസം ബെൽജിയം ഗാനയോട് തോറ്റപ്പോ ബെൽജിയത്തിന്റെ നാടുകളിൽ വിപ്ലവം നടക്കുകയാണ്, പ്രശ്നം നടക്കുകയാണ്, കലാപം നടക്കുകയാണ്. ഈ ഒരവസ്ഥയെ കുറിച്ചാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയത്. വിനോദമാവാം, കളിയാവാം, അള്ളാന്റെ റസൂൽ അത് നിരോധിച്ചിട്ടില്ല. പെരുന്നാളിന്റെ ദിവസം വാളും പരിചയം ഉപയോഗിച്ച് കളിയിലേർപ്പെട്ട, വിനോദത്തിലേർപ്പെട്ട സുഡാനുകളുടെ കളി അള്ളാന്റെ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹയും നോക്കി നിന്നിട്ടുണ്ട്. വിനോദം ആസ്വദിക്കുന്നത് കൊണ്ട് തെറ്റില്ല, വിനോദത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടും തെറ്റില്ല. എന്നാൽ അതിന് ചില ഉപാധികളുണ്ട്, ചില കണ്ടീഷനുകളുണ്ട്. നിരുപാധികം വിനോദത്തിൽ ഏർപ്പെടാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. ആ ഉപാധികൾ എന്തൊക്കെയാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരികയാണ് നമുക്ക്. റിജാലുല്ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹി ഖുലൂബു വൽ അബ്സാർ. ചില ആളുകൾ അവരുടെ കളികളോ അവരുടെ വിനോദങ്ങളോ അവരുടെ കച്ചവടങ്ങളോ അവരുടെ ഏർപ്പാടുകളോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയില്ല. അവരതാ കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൃത്യമായി കൊടുക്കുന്നവരാണ്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹി ഖുലൂബു വൽ അബ്സാർ. കണ്ണുകളും ഹൃദയങ്ങളും ഇളകിപ്പോകുന്ന ഭയാനകമായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണവർ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഏതൊക്കെ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാലും, ഏതൊക്കെ കച്ചവടങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. വഇദാ റഔ തിജാറതൻ ഔ ലഹവൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജുമുഅ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മദീനയിലേക്ക് വലിയ കച്ചവട ചരക്കുകൾ വരികയാണ്. ആ സമയം പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികളിൽ 12 പേരൊഴികെ ബാക്കിയുള്ള ആളുകൾ മുഴുവനും അതാ എഴുന്നേറ്റ് പോകുകയാണ്, ആ കച്ചവടത്തിലേക്ക് പോകുകയാണ്, ആ ചരക്ക് നോക്കിക്കൊണ്ട് പോകുകയാണ്. ആ സമയം അള്ളാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്. അവരൊരു കച്ചവടം കാണുമ്പോ, അവരൊരു വിനോദം കാണുമ്പോ അവരതാ വിനോദത്തിലേക്ക് പോകുകയാണ് നബിയെ, ആ കച്ചവടത്തിലേക്ക് പോകുകയാണ്. അങ്ങേ നിൽക്കുന്ന അവസ്ഥയിൽ വിട്ടുകൊണ്ട് അവരതാ അതിലേക്ക് പോകുകയാണ്. നബിയെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് എല്ലാ വിനോദത്തെക്കാളും, എല്ലാ കച്ചവടത്തെക്കാളും ഖൈറായത്, നന്മയായതുള്ളത് അള്ളാഹുവിന്റെ പക്കമുള്ളതാണ്, അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ. ഏറ്റവും നല്ല ഉപജീവനം നൽകുന്നവൻ, ഏറ്റവും നല്ല റാസിഖ് അല്ലാഹ് മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പാദ്യങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയെ കുറിച്ച് നിങ്ങളെ തടയാതിരിക്കട്ടെ, നിങ്ങളെ വ്യാപൃതരാക്കാതിരിക്കട്ടെ. വമൻ യഫഅൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരാണോ അപ്രകാരം ചെയ്യുന്നത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവൻ തന്നെയാണ്, അവൻ നഷ്ടപ്പെട്ടു പോയവൻ തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, നിങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോ അല്ലെങ്കിൽ വിനോദങ്ങൾ ആസ്വദിക്കുമ്പോ അള്ളാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലസ് സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ് എന്ന ബാങ്കിന്റെ ധ്വനികൾ വരുമ്പോ നിങ്ങൾ പിന്നെ അവിടെ ഇരിക്കരുത്, അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. അള്ളാഹുവിന്റെ വിളിയാണ് വലുത്, വിനോദമല്ല വലുത്. എത്ര മുറുകിയ മത്സരമാകട്ടെ, എത്ര ടൈറ്റ് മത്സരമാവട്ടെ, എത്ര വലിയ പ്രതിസന്ധിയിലാകട്ടെ, എത്ര വലിയ ആഗ്രഹത്തിലാകട്ടെ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ഈ വിനോദം കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവുകയില്ല, ഫിത്ന ഉണ്ടാവുകയില്ല. അതല്ല, ഈ വിനോദത്തിൽ ലയിച്ചുകൊണ്ട് നമസ്കാരം മറന്ന്, തിലാവത്ത് മറന്ന്,
അത് കാറുകൾ മറന്ന്, ദുആ മറന്ന്, കുടുംബ ബന്ധങ്ങൾ മറന്ന്, ജോലി മറന്ന്, ഉത്തരവാദിത്തങ്ങൾ മറന്ന്, ദഅവത്തുകൾ മറന്ന് ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങളുള്ളത്? എങ്കിൽ ഈ വിനോദം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ അമലുകൾ മുഴുവൻ കൊടിഞ്ഞു പോയിട്ടുണ്ടാകും. അതിനിടയിൽ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ കാലിക്കൈകളുമായി റബ്ബിന്റെ അടുത്തേക്ക് പോകേണ്ട ദുരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ആകെ തുകയാണ് ലഹു എന്ന് പറയുന്നത്, വിനോദം എന്ന് പറയുന്നത്.